അങ്ങനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ടൊരു കൗൺസിലറിന്റെ സത്യപ്രതിജ്ഞ, അതായത് കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ച കൗൺസിലറിന്റെ, അതും BJP കൗൺസിലറിന്റെ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം, BJP കൗൺസിലറിന്റെ സത്യപ്രതിജ്ഞ നടത്തി. അപ്പൊ അത് കോടതി അനുവദിച്ചിട്ടാണ് നടത്തിയത്. അപ്പൊ കോടതിയും അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളൊക്കെ എന്ത് മെസ്സേജാണ് നമ്മുടെ പൊതുജനത്തിന് നൽകണം, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നൽകണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറഞ്ഞ മനസ്സിലായ, അതായത് ഒന്നിലധികം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി, ഓഫ് കോഴ്സ് ആളെ ജനം തന്നെ സെലക്ട് ചെയ്തതാണ്, അത് ജനത്തിന്റെ ഒരു തോൽവി കൂടി എന്ന് പറയാൻ പറ്റുള്ളതില്. ആ വ്യക്തിക്ക് കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ചപ്പോ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് അനുമതി കോടതി കൊടുത്തു എന്നുള്ള ഒരു സംഭവം ശരിക്കും പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊന്നും ഇതിന് അന്ത്യ ചർച്ച ഉണ്ടാവില്ല. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ സുഗതന്റെ സ്ഥാനത്ത് ഒരു CPM അല്ലെങ്കിൽ DYFI ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ, അതിലുള്ള CPMന്റെ ഒരു പ്രവർത്തനമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10 ദിവസത്തേക്ക് ഏഷ്യാനെറ്റിനുള്ള അന്ത്യ ചർച്ചയ്ക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞൊരു 10 പേരെ കൊണ്ടിരുത്തിയിട്ട് CPM വിരുദ്ധത തുപ്പാനായിട്ട് അവർക്കുള്ള കണ്ടന്റായി. ഇപ്പൊ ഏഷ്യാനെറ്റ് മിണ്ടാട്ടല്ലേ, ഇന്നിപ്പോ രാത്രി ഒരു അന്ത്യ ചർച്ച ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏഷ്യാനെറ്റിനൊന്നും. പൊതുജനം ചിന്തിക്കുക, ഈ വക പരിപാടികൾ, അതായത് കാപ്പ കേസ് പ്രതിനെ ജയിലിലിട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ഇതിനൊക്കെ ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ സൂക്ഷ്മമായി വീക്ഷിച്ചില്ലെങ്കിൽ നാളെ ഈ വക വ്യക്തികളാണ് കേരളം ഭരിക്കുക. ഇന്ത്യ ഭരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക ഭേദം. കേരളത്തിൽ ഇതുവരെ വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഓഫ് കോഴ്സ് ഭരിക്കുന്ന ആൾക്കാരെല്ലാവരും പുണ്യാളന്മാരെ ഞാൻ പറയില്ലേ, പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പോ നേരിട്ട് അല്ലെങ്കിലും ആൾക്കാരെ വെച്ചിട്ടും അല്ലെങ്കിൽ പാർട്ടികളിലുള്ളത്, കോൺഗ്രസ് ആയാലും CPM ആയാലും അവരുടെ പാർട്ടിയിലുള്ള യുവജനങ്ങളെ വെച്ചിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഇപ്പോ മറ്റേ ഒരു യൂട്യൂബർക്കെതിരെ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിങ്കടിയിൽ വന്ന് തല്ലിയതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളഞ്ഞ് തല്ലിയതൊക്കെ. അപ്പൊ ഗുണ്ടായിസം എല്ലാ പാർട്ടിയിലുണ്ട്, അത് BJP മാത്രമല്ല, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പക്ഷേ ഒരു കാപ്പ കേസിലകപ്പെട്ട പ്രതി ജയിലിലിരിക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, ഒരു BJP കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്ത് മെസ്സേജാണ് പൊതുജനത്തിന് നൽകുന്നതെന്ന് കോടതി അടക്കം ചിന്തിക്കേണ്ടതുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ. നമ്മൾ ഓരോ മലയാളികളും ശ്രദ്ധിക്കണം. കാരണം ഇനിയിപ്പോ ഇതോടനുബന്ധിച്ച് ഇത് കഴിയുമ്പോൾ തന്നെ അപ്പോ ഇനിയിപ്പോ ക്രിമിനൽ കേസിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഗുണ്ടകളുടെ ആൾക്കാർക്കൊക്കെ ഒരു ധൈര്യം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി, അതായത് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കോടതി ആണെങ്കിലും ഒന്നാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കില്ല, ഒരു പ്രശ്നമില്ല. ജനങ്ങളുടെ പിന്തുണയും കുറച്ച് ജനത്തിന്റെ പിന്തുണയും അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തെണ്ടിത്തരം കാണിക്കാന്നുള്ള ഒരു മെസ്സേജ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ നാളെ ഇനി ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ, ക്രിമിനൽസുള്ള ആൾക്കാർക്ക് വിചാരിക്കാം അന്ന് നമുക്കൊരു പാർട്ടിയുടെ ഉറച്ച കോട്ടയെ പോയിട്ട്, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും ജനങ്ങളെ കബളിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജയിലിലാണെങ്കിൽ വരെ നമുക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ. അപ്പൊ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇനി അടുത്തൊരു തലമുറ, ഇനി കേരളം ഇപ്പൊ കമ്പാരിറ്റീവ്ലി കേരളം 100% പെർഫെക്റ്റ് അല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേറ്റ്സ് ടു ലിവ് ഇൻ ഇന്ത്യ കേരളം തന്നെയാണ്. ആ ഒരു നല്ല സുഖം ഇവിടുന്ന് പോവും ഇങ്ങനെ ഓരോ മെസ്സേജുകളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ജനം ശ്രദ്ധിക്കുക, പിന്നെ പ്രതികരിക്കുക, അതായത് മറ്റു പാർട്ടിക്കാർ ഇതൊക്കെ ഏറ്റെടുത്ത് പ്രതികരിക്കാൻ നോക്കുക. കാരണം ഈ വക കാര്യങ്ങളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം ഇത്ര സേഫ് ആവുന്ന ഒരു ഉറപ്പില്ല, പ്രശ്നങ്ങൾ കൂടി വരും. അപ്പൊ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഏഷ്യാനെറ്റ് പോലത്തെ വലതുപക്ഷം അല്ലെങ്കിൽ BJP അനുകൂല ചാനലിലൊക്കെ കമന്റ് ബോക്സിൽ വൻ സപ്പോർട്ടാണ് സുഖത്തിന്. അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അത് BJPക്കാർ ശ്രദ്ധിക്കുക, നാളെ നിങ്ങളുടെ നെഞ്ചത്തോട്ടും വരും ഈ നേതാക്കന്മാർ. പറഞ്ഞ മനസ്സിലായില്ലേ. നിങ്ങൾ ഈ പാർട്ടിയാന്ന് വെച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ വലിയ പ്രശ്നം തോന്നില്ല, കാര്യം ഇപ്പൊ അവർക്ക് അധികാരം കിട്ടിയിട്ടില്ല. നാളെ അധികാരം കിട്ടി കഴിയുമ്പോ കേരളം ഭരിക്കുന്നത് BJP, ഇന്ത്യ ഭരിക്കുന്നത് BJP, മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് BJP. അപ്പോ BJPയിലുള്ളവർക്കും വള്ളി വരും, നിങ്ങളും ഇവരെ പേടിച്ച് നിൽക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ വളം വെച്ച് കൊടുക്കും. ഈ കേരളത്തിലുള്ള എന്താ പറയാ, ഇപ്പൊ ഒരു പരിധി ഒരു കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് 100% പെർഫെക്റ്റ് അല്ലെങ്കിലും, കഴിഞ്ഞ 10 വർഷം CPM ഭരിച്ചപ്പോഴായാലും ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് കാര്യങ്ങള്. മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോ 100% പെർഫെക്റ്റ് അല്ല, അപ്പോഴും പറയാണ്. അപ്പൊ ഈ ഒരു സുഖം അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും, ഇപ്പോ BJP ഭരണത്തിൽ വന്ന BJPക്കാർക്ക് സുഖം ഉണ്ടാവുന്നൊരു ഉറപ്പില്ലേ. പറഞ്ഞ മനസ്സിലായി. ഇപ്പോ രാമക്ഷേത്രം കെട്ടത് ആരാ, അല്ലെങ്കിൽ ഇപ്പോ കേരള BJPയിൽ നടന്ന കൊള്ള, അതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ന്യൂസിലൊക്കെ. അപ്പൊ പലതരം കാര്യമുണ്ട്, ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുക.